നമസ്കാരം. മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിനെ ശവം എന്ന് പറയാറുണ്ട്. ശവത്തിൽ ഒന്നും കൂടി എടുക്കാനില്ല. ഈ ശവത്തെക്കുറിച്ച് പല ഏങ്കിളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു വേറൊരു ഏങ്കിളിൽ പറയാണ്, ഇങ്ങോട്ടൊന്നും എടുക്കാനില്ല, ശിവൻ നഷ്ടപ്പെട്ടു. ശവത്തിൽ പിന്നെ എന്തുണ്ട്? ഇപ്പോ ഈയിടെ എൻ്റെ അടുത്ത ബന്ധുക്കാരിയൊരു സ്ത്രീ, മക്കള് വിദേശത്താണ്, സൂക്കട് എന്തോ വന്നു, അവരൊക്കെ കാണാൻ വന്ന് പോയി. ഇതിപ്പോ വീണ്ടും അവരെ വിളിക്കണ്ട. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡെഡ് ബോഡി എഴുതി കൊടുത്തു. അത് ശവമല്ലേ, അതിന്ന് ഇങ്ങോട്ടൊന്നും എടുക്കാൻ ഇല്ല. പക്ഷേ ശവത്തെ ബഹുമാനിക്കുന്ന സംസ്കാരം എങ്ങനെയാ വന്നത്? ഇപ്പോഴും ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്ത് ഏതോ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച ഒരാള് ഡെഡ് ബോഡി ഇറക്കെടുത്തു വന്നു. വലിയൊരു പോലീസ് ഓഫീസർ തുപ്പിയൊക്കെ വെച്ചു വന്നു. ഡെഡ് ബോഡി കണ്ട ഉടനെ തൊപ്പിയെടുത്തു. അങ്ങനെ പതിവുണ്ട്. അപ്പൊ ഡെഡ് ബോഡിയെ ബഹുമാനിക്കണം എന്നൊരർത്ഥമുണ്ടല്ലോ. ഡെഡ് ബോഡിയെ വളരെയധികം ബഹുമാനിക്കണം എന്ന അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. ജീവിച്ചിരിക്കുന്ന ഒരാളെക്കാൾ ഡെഡ് ബോഡിയെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായവും ഉണ്ട്. അതെന്താണ് അതിന്റെ കാരണമെന്നാണ് ഇന്ന് ചിന്തിക്കുന്നത്. അടുക്കളയില് വീട്ടമ്മ പാത്രങ്ങൾ ഒതുക്കി വെക്കും. ആ പാത്രങ്ങളിൽ ചെറിയൊരു പാത്രം, അതിനേക്കാൾ വലിയ പാത്രം അതിന്റെ മുകളിൽ, അതിന്റെ മുകളിൽ അതിനേക്കാൾ വിസ്തീർണമുള്ള പാത്രം, അങ്ങനെ ഒരു 4-5 പാത്രം അങ്ങനെ വെക്കാനായിട്ട് കഴിയും. നമ്മുടെയൊക്കെ വീടുകളിൽ പതിവുണ്ട്. ഇത് അടുക്കളയിലത്തെ പാത്രത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഏതൊരാശയത്തിനും വേറെ അർത്ഥ തലങ്ങളുണ്ട്. നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ അന്നമയ കോശം എന്ന പാത്രമാണ് കാണുന്നത്. ഒരാളെ കാണുമ്പോൾ അയാളുടെ അന്നമയ കോശം. ഓറയെ കുറിച്ച് നല്ലപോലെ പഠിച്ച് മെഡിറ്റേറ്റ് ചെയ്തവർക്ക് ഈ ഓറ കാണുമ്പോൾ അവർക്ക് ഏതൊക്കെ രോഗം വരും എന്ന് വരെ മനസ്സിലാവും. രണ്ടാമത്തെയാണ് പ്രാണമയ കോശം. പ്രാണമയ കോശം നമ്മുടെ അകത്താണ്. പക്ഷെ അന്നമയ കോശത്തിനേക്കാൾ വ്യാപ്തി അതിന് കൂടും. ഇതൊരു അത്ഭുതമല്ലേ. പ്രാണമയ കോശം അകത്ത്, അതിന്റെ വ്യാപ്തി അന്നമയ കോശത്തിനേക്കാൾ വലുതാണ്. അപ്പൊ ചെറിയൊരു പാത്രത്തില് ഉള്ളില് വലിയൊരു പാത്രം വെച്ചിരിക്കണം. ശരീരത്തിന്റെ രീതിയാണ്. അതിന്റെ അകത്ത് ഈ രണ്ടിനേക്കാൾ വലിയൊരു പാത്രമാണ് മനോമയ കോശം. മനോമയ കോശത്തിന്റെ വിസ്താരം എന്താ? ഇനി വരാനിരിക്കുന്ന കാലത്ത് ശാസ്ത്രജ്ഞന്മാര് മനോമയ കോശത്തെ പറ്റി കൂടുതൽ പഠിക്കുകയും നമ്മുടെ മഹർഷിമാര് പറഞ്ഞ കാര്യങ്ങളുടെ സത്യം കുറെ കൂടി കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. മനോമയ കോശം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അന്നമയ കോശത്തിന്റെ അകത്ത് അതിനേക്കാൾ വലിയൊരു പാത്രം, ഒടുവിൽ മനോമയ കോശം അതിനേക്കാൾ വലിയ പാത്രം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്.
യാത്രാവേളയിലൊക്കെ പുറത്തേക്ക് നോക്കിയിട്ട് ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച്, ഇനി അതിലും വലിയൊരു പാത്രമുണ്ട്, വിജ്ഞാനമയ ശരീരം. അതിലും വലിയ പാത്രവും ഇതിന്റെ അകത്താ. അന്നമയകോശവും പ്രാണമയകോശവും മനോമയകോശം കഴിഞ്ഞ് അതിന്റെ അകത്താണ് വിജ്ഞാനമയകോശം. തീർന്നില്ല. അതിന്റെ അകത്ത് അതിവിശാലമായിട്ടുള്ള വലിയൊരു പാത്രമുണ്ട്. ഈ ലോകത്തെക്കാളും പ്രപഞ്ചത്തിൽ നാം ചിന്തിക്കുന്ന വസ്തുക്കളെക്കാളൊക്കെ വലിയൊരു പാത്രം ഏതിനകത്താണ്? ഇതിന്റെ ഉള്ളിൽ. ഇതാണ് ആനന്ദമയ കോശം. നമ്മളുടെ ആനന്ദമയ കോശത്തിനാണ് ഏറ്റവും വ്യാപ്തി. ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആനന്ദമയ കോശത്തിന് വളരെ പ്രാധാന്യം ഉണ്ട്. ശങ്കരാചാര്യർ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ചില അറിവ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തുനിന്ന് ചിരി വരും. ഈശ്വര എന്തിപ്പോ കേട്ടെ എന്ന്. ശങ്കരാചാര്യരുടെ ഫോട്ടോ എന്റെ വീട്ടിൽ തൂക്കിയിട്ടുണ്ട്. മൂകാംബിക ക്ഷേത്രത്തില് അവരൊരു പ്രഭാഷണത്തിന് വിളിച്ചപ്പോ അവിടുത്തെ അടികമാര് സമ്മാനിച്ചാണ് ഫോട്ടോ. 2000 വർഷം മുമ്പുണ്ടായിരുന്ന ശങ്കരാചാര്യര് അന്ന് പറഞ്ഞ വരിയാണ്, ഈ ആനന്ദമയ കോശം വരെ ബ്രഹ്മമല്ലാന്ന്. ഇപ്പൊ നമ്മൾ ഈ പഞ്ചകോശങ്ങളാണ് പറയണത്. ഈ പഞ്ചകോശങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ളതാണ് ആനന്ദമയ കോശം. ബ്രഹ്മം എന്ന് പറയുന്നത് അതും അല്ല എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. ചിന്തിക്കുമ്പോ ദൈവമേ, ഇങ്ങനൊരു ശങ്കരാചാര്യർ ഇവിടെ ഉണ്ടായല്ലോ എന്നാണ്. മരണത്തോടുകൂടി അതിനേക്കാൾ വ്യാപ്തി നേടി. ഇനി അതിനേക്കാൾ വലിയൊരു പാത്രം ഇതിനകത്തുണ്ടെന്ന് പറയണ്ട, വ്യാപ്തി നേടി. മരിച്ച ആള് ആരായിരുന്നാലും ശരി വ്യാപ്തി നേടി. ചില പത്രക്കാരെഴുതുക, വിഷ്ണുവധം പൂകി. വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശക്തി. ഇതാണ് വിഷ്ണു. വിഷ്ണുവിന്റെ ആസ്ഥാനം എവിടെയാ? വൈകുണ്ഠം. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താണ്? കുണ്ഠിതമില്ലാത്ത അവസ്ഥ. ഇപ്പോഴൊക്കെ നമുക്ക് കുണ്ഠിതമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട്. അതാണ് വൈകുണ്ഠം. വിഷ്ണു അല്ലാതെ ഇവിടെ ഒന്നുമില്ല, എല്ലായിടത്തും വിഷ്ണുവാണ്. ഇത് വ്യാപ്തി നേടി. വ്യാപ്തി നേടിയപ്പോ എന്തായി? വിഷ്ണുപദം പൂകി. ഇപ്പൊ ജീവനുള്ള ഒരാള് ഒരിടത്ത് നിൽക്കുമ്പോ അയാളുടെ വ്യാപ്തി എത്ര കൂടിയിരുന്നാലും മരിച്ച ആളുടെ വ്യാപ്തി അതിനേക്കാൾ കൂടും. ഇന്ന് ഈ വ്യാപ്തി കൂടിയ വ്യക്തികളുണ്ട്, വലിയ ഓറയുള്ള വ്യക്തികള്, മഹാത്മാക്കള്. ആരെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സങ്കല്പിച്ചോളൂ, വേറൊന്നും ഞാൻ പറയുന്നില്ല. അവര് വ്യാപ്തി നേടിയവരാണ്. പക്ഷെ ഈ അവരെക്കാൾ വ്യാപ്തി ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിനാൽ ഡെഡ് ബോഡി കണ്ടാൽ അതിനെ ആദരിക്കുന്നതിന്റെ പിന്നിലത്തെ സത്യം അതാണ്. ഇപ്പോഴും ജീവിതത്തിൽ വ്യാപ്തി നേടിയവരെയാണ് നാം ബഹുമാനിക്കുന്നത്. അറിവ് വ്യാപ്തി ഉണ്ടാകും. ഈ പഞ്ചകോശങ്ങളും നമുക്ക് എന്നും ഒരു അത്ഭുതമായി നിൽക്കുന്നത്
അന്നമയകോശം ഏറ്റവും അകത്താണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. നേരെ തിരിച്ചാണ്. ഈ പാത്രങ്ങൾ ഇങ്ങനെ എന്റെ വീട്ടിലെ അടുക്കളയിലും ചെല്ലുമ്പോ ഈ പാത്രങ്ങൾ, ചെറിയ പാത്രത്തിന്റെ മുകളിൽ വലിയ പാത്രം, സ്റ്റീലിന്റെ പാത്രങ്ങളാണ്, അതിങ്ങനെ ഒതുക്കി വെക്കുന്നത് കാണുമ്പോഴൊക്കെ നമ്മൾക്ക് ഈ ദിവസേന വായനയും ചിന്തയും ഏത് കാണുമ്പോഴും നമുക്കൊരു നിരീക്ഷണബോധം ഉണ്ടാകും. ആ നിരീക്ഷണബോധത്തിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? വേദാന്തത്തിലാണെങ്കിലും ശരി, ചെറുതിന്റെ അകത്ത് വലുതിനെ ഒളിപ്പിച്ചു വെക്കുക, ഒടുവില് ഏറ്റവും വലുത്, ഏറ്റവും അകത്തിന്റെ അകത്ത് അത് മരണത്തോടു കൂടിയിട്ട് സംഭവിക്കുന്നത് വ്യാപ്തി നേടി എന്നാണ് പദം. ഏതൊന്നും വ്യാപ്തി നേടുമ്പോൾ നാം അതിനെ ബഹുമാനിക്കും. ഒരു വില്ലേജിൽ മാത്രമാണ് എന്റെ പ്രമാണിത്വം. അതെ, അത് കുറച്ചും കൂടി വലുതാകുമ്പോഴോ പഞ്ചായത്തായി, ജില്ലയായി, സംസ്ഥാനമായി, ലോകമാസകലം വ്യാപ്തി നേടില്ലേ? അത് കൂടുതൽ ആദരിക്കപ്പെടണ്ടേ? ഇന്ന് ചിന്തിച്ചത് വ്യാപ്തി നേടുക എന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇതൊക്കെ ആലോചനാമൃതമായ വിഷയമാണ്. അതിങ്ങനെ ചിന്തിക്കാൻ ഒരു വക നൽകുന്നു എന്ന് മാത്രം. എല്ലാവർക്കും നമസ്കാരം.